യോഗ മാർഗങ്ങൾ പിന്തുടരുന്നവരെ അവരില് ജീവിതത്തിലെ തുടക്കത്തിൽ അത് പ്രത്യേകിച്ച് ഈ ശക്തിമത്തായിട്ടുള്ള കുണ്ടലിനി യോഗ തുടങ്ങിയ തീക്ഷ്ണമായിട്ടുള്ള യോഗ പ്രാക്ടീസുകൾ നടത്തുന്നവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ടെന്ന് ഒരു പൊതുധാരണയുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് എന്ന് പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. അത് പ്രശ്നങ്ങളാണോ എന്നുള്ളത് നമുക്ക് തീർത്ത് അങ്ങനെ പറഞ്ഞുകൂടാ. ശരി, യഥാർത്ഥത്തിൽ നമ്മളത് പരിശോധിച്ചാൽ ചില സിറ്റുവേഷൻസ് നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നിലയിൽ നമ്മളൊരു സാധാരണക്കാരൻ, നോർമൽ മാനാണ്. പക്ഷേ പിന്നെ യോഗ പദ്ധതികൾ ഏത് യോഗയാണെങ്കിലും നമ്മൾ അത് ചെയ്തു തുടങ്ങുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ഉള്ളിൽ മാറ്റങ്ങൾ കുറേശ്ശായിട്ട് ഉണ്ടായി തുടങ്ങുകയും നമ്മൾ ഒരു സാധാരണ ജീവിതത്തിൽ നിന്ന് ഉയർന്ന ഒരു പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ചിന്തയിലേക്ക് നമ്മൾ അകമേ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു കാലത്ത് നമുക്ക് സന്തോഷം നൽകിയിരുന്ന അല്ലെങ്കിൽ നമ്മളെ എൻഗേജ്ഡ് ആയിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ നമുക്കിപ്പോൾ സന്തോഷം കിട്ടിയെന്ന് വരില്ല, നമുക്ക് അതേപോലെ ഇൻവോൾവ് ആവാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മളെ ചിന്താഗതി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഏത് യോഗ പദ്ധതി ആയാലും അത് ഒരു ശാരീരിക വ്യായാമം മാത്രമല്ലല്ലോ, അതൊരു നമ്മളുടെ ഉള്ളിലൊരു മാറ്റം ഉണ്ടാക്കുന്നതാണ് എല്ലാം എന്ത് ആക്ഷനും ഇറ്റ് ഈസ് മോർ സ്പിരിച്വൽ ദാൻ ഫിസിക്കൽ എന്നാണ് പറയുക. അപ്പൊ അതൊക്കെ നമ്മളെ മനസ്സിനെയാണ്, നമ്മളുടെ ഉള്ളിനെയാണ്, നമ്മളുടെ ബോധത്തെയാണ് കാര്യമായിട്ട് സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന അതേപോലെ വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ മാറി എന്നുള്ളതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുന്ന പ്രശ്നം വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ളവർ ഇപ്പോഴും അവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക, പഴയ ആ സ്ഥാനത്ത് തന്നെ ആയിരിക്കും, ആ വീക്ഷണത്തിൽ തന്നെ ആയിരിക്കും. നമ്മളുടെ കുടുംബമാവട്ടെ, മക്കളാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കളാവട്ടെ, നമ്മുടെ ചുറ്റുമുള്ള സമൂഹമാവട്ടെ, അവര് ആ ലെവലിലാവുകയും നമ്മൾ അവിടുന്ന് കുറച്ച് മാറുകയും ചെയ്യുമ്പോൾ അവരുടെ ദൃഷ്ടിയിൽ നമ്മൾ എന്തായി, അബ്നോർമലായി. യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും കൂടുതൽ നോർമലായി വരികയാണ്. പക്ഷെ പൊതുസമൂഹം അങ്ങനെ അല്ലാത്തതുകൊണ്ട് നമ്മൾ അബ്നോർമലായിട്ട് അവർക്ക് തോന്നും. അപ്പോൾ നമുക്ക് പഴയ പോലെ അവരോട് ആ രീതിയിൽ ഇടപഴകാൻ പറ്റാത്തതുകൊണ്ട് ചെറിയൊരു സംഘർഷം ഈ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവാൻ സാധ്യത. അത് തന്നെ നമ്മളൊരു പ്രശ്നമല്ല, ശരിക്കും നമ്മളുടെ ഉയർച്ചയെ കാണിക്കുകയാണ്. നമ്മൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിനനുസരിച്ച് ചെറിയ സംഘർഷങ്ങൾ തുടക്കത്തിൽ നമ്മൾ അതിലൂടെ കടന്നു പോയേ മതിയാവുള്ളൂ. പിന്നെ ഇതെങ്ങനെ നമ്മൾ പരിഹരിക്കാന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മളുടെ ചുറ്റുമുള്ളവർ ഇതുപോലെ യോഗ മാർഗത്തിൽ വരികയാണെങ്കിൽ അവർക്കും ഇതുപോലെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പൊരുത്തപ്പെടലുകൾ വളരെ കുറച്ചുകൂടി എളുപ്പത്തിൽ സാധ്യമാവും. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ ജീവിതം പോകും. അപ്പോൾ കഴിയുന്നതും നമ്മൾ എല്ലാവരെയും ഒരേപോലെ ഈ മാർഗത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ മാർഗത്തിലായിരുന്നാൽ നല്ലത്. അപ്പൊ അതിന് ശ്രമിച്ചിട്ട് നമ്മൾ ഇനി പുതിയ സംഘർഷങ്ങൾ ഉണ്ടാക്കേണ്ടതില്ല. മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു യോഗ മാർഗം പിന്തുടരുമ്പോൾ നമ്മളിൽ ഈ മാറ്റം ഉണ്ടാവും. നമ്മളൊരു പഴയ ആളല്ലാതായി കഴിഞ്ഞു, പഴയ ആളിൽ നിന്ന് വിട്ടുകഴിഞ്ഞു. പക്ഷേ പൂർണ്ണമായും പുതിയൊരാളായി മാറിയിട്ടുമില്ല. പൂർണ്ണമായിട്ടും നമ്മൾ മാറണമെങ്കിൽ യോഗത്തിന്റെ ആ യോഗം എന്നുള്ള ലക്ഷ്യം നേടണം. അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് പുതിയൊരാളായിട്ട് മാറുള്ളൂ. പക്ഷെ അതിന്റെ ഇടയ്ക്കുള്ള കാലം എന്നുള്ളത് കുറച്ചൊരു സംഘർഷഭരിതമായ കാലമാണ്. അത് നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന സംഘർഷം. നമ്മൾ പഴയ ആളല്ലാതായി കഴിയുകയും ചെയ്തു, പുതിയ ആളായിട്ട് മാറിയിട്ടുമില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഉണ്ടാവുന്ന ഒരു സംഘർഷം, നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന ഒരു സംഘർഷം വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ആ സംഘർഷം കുറഞ്ഞു വരികയാണ് ചെയ്യുക. കാരണം നമ്മൾ ലക്ഷ്യത്തോട് ഇങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ നമ്മളിൽ തന്നെ കൂടുതൽ കംഫർട്ടായി വരും. ഓരോ ദിവസം നമ്മൾ സാധാരണ ഒരു ജീവിതത്തിൽ നമ്മളോട് തന്നെ കംഫർട്ടബിൾ അല്ല, നമ്മളിൽ തന്നെ അസ്വസ്ഥനാണ് അല്ലെങ്കിൽ അസന്തുഷ്ടനാണ്. പക്ഷെ യോഗ ചെയ്തു തുടങ്ങുമ്പോൾ, പ്രാണായാമമൊക്കെ ചെയ്തു തുടങ്ങും തോറും നമ്മളിൽ തന്നെ കുറെ കൂടി കംഫർട്ടബിളായി തുടങ്ങും, സന്തുഷ്ടനായി തുടങ്ങും, നമ്മളിൽ ഉള്ളിലുള്ള ഒരു ആനന്ദം വർദ്ധിച്ചു തുടങ്ങും. ഈ ലോകത്തിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മളുടെ ഉള്ളിലുള്ളതാണ് നമ്മൾ എപ്പോഴും പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ശാന്തിയും സമാധാനം ഉണ്ടെങ്കിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലയിലും
ആ ശാന്തിയും സമാധാനം ഉണ്ടാവും. നമ്മളുടെ ഉള്ളിൽ സംഘർഷഭരിതമാണെങ്കിൽ നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ ആ സംഘർഷമാണ് നമ്മൾ റേഡിയേറ്റ് ചെയ്യുക. അതാണ് നമ്മളുടെ ഉള്ളിൽ അസ്വസ്ഥതയാണെങ്കിൽ നമ്മൾ ഇടപെടുന്നിടത്തൊക്കെ അസ്വസ്ഥത നമ്മൾ പടർത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ ശാന്തിയിലും സമാധാനത്തിലും ആണെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരിലും ആ ശാന്തിയും സമാധാനവുമാണ് പടരുക. അപ്പോൾ യോഗയിലെ തുടക്കത്തിൽ നമ്മള് പഴയ ആ സംഘർഷഭരിതമായ മനസ്സ് ഉള്ള ആളല്ലാതായി കഴിഞ്ഞു. പക്ഷെ എന്നാൽ പൂർണ്ണമായി ആ ശാന്തിയിലും സമാധാനത്തിലും എത്തിയിട്ടുമില്ല. അപ്പൊ അത് നമുക്കൊരു ചെറിയൊരു ഒരു ലക്ഷ്യം എത്തുന്നത് വരെ നമ്മളിൽ ഉണ്ടാവുന്ന ചില ഉത്കണ്ഠകളും ആകാംക്ഷകളും ഒക്കെ ഉണ്ടാവും. അത് നമ്മൾ ഇനവിറ്റബിൾ ആണ്. അത് കൂടെ നമ്മൾ കടന്നുപോയേ മതിയാവുള്ളൂ. അതും കഴിഞ്ഞ് നമ്മൾ അത് കൂടെ അങ്ങനെ തുടരുമ്പോൾ നമ്മൾ ദിവസേന നമ്മൾ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ കൂടുതൽ കൂടുതൽ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ആവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ലക്ഷ്യം വെച്ച് ഇങ്ങനെ പോവുക. തുടക്കത്തിൽ ഉണ്ടാവുന്ന ആ സംഘർഷങ്ങളെ വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ പരിഗണിക്കാതെ ഇതും കടന്നു പോകും, ജീവിതത്തിലുള്ള ഇതും കടന്നു പോകും എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുകയാണ് വേണ്ടത്. യോഗയുമായി ബന്ധപ്പെട്ട ഇതുപോലുള്ള ഒട്ടനവധി രഹസ്യങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന ഈ പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.